നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃഷൻ കൻഹായിയുടെ ചിത്ര പ്രദർശനം നാളെ സമാപിക്കും. യുഎയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന സ്വദേശികൾ 6228. ഇന്ത്യൻ അസോസിയേഷൻസ് ആർട്സ് വിംഗ് കലാമേള. LIP ഓഫർ പൊടിപൊടിക്കാൻ സമ്മർ സൂപ്പർ സെയിൽ. ഷോപ്പിംഗ് മാളുകളിൽ 90% വരെ വിലക്കുറവ്. യുഎയിലേക്കുള്ള ടിക്കറ്റിന് ഇപ്പോൾ നിരക്ക് കുറവ്. നാട്ടിലേക്ക് മാനമുട്ടും നിരക്ക്. മിനായിൽ 10 നില കെട്ടിടങ്ങൾ നിർമ്മിച്ചു. 32,000 തീർത്ഥാടകർക്ക് കൂടി താമസ സൗകര്യം. അൽഫോൺസ മുതൽ മൽഗോ വരെ ശ്രദ്ധ നേടി സൂഖ് വാക്കിഫിലെ ഇന്ത്യൻ മാമ്പഴമേള. 2023 ഇരുചക്രവാഹന അപകടങ്ങൾ 783, മരണം 42. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൃഷൻ കൻഹായിയുടെ ചിത്ര പ്രദർശനം നാളെ സമാപിക്കും. ദുബായിൽ ഇന്ത്യൻ ചിത്രകാരൻ കൃഷൻ കൻഹായിയുടെ ദ ഗോൾഡൻ കൃഷ്ണ ചിത്ര പ്രദർശനം ബിസിനസ് ബേ താജിൽ ആരംഭിച്ചു. ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണന്റെ വിവിധ ഭാവങ്ങളാണ് ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്ര പ്രദർശനത്തിന് ആശംസകൾ അറിയിച്ചു. പ്രദർശനം നാളെ സമാപിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. യുഎയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന സ്വദേശികൾ 6228. യുഎയിൽ നിന്ന് ഇത്തവണ 6228 സ്വദേശികൾക്ക് ഹജ്ജിന് അവസരം. തീർത്ഥാടകർ 11-ന് പുറപ്പെടും. ഹജ്ജ് പൂർത്തിയാക്കി 19 മുതൽ മടക്കയാത്ര ആരംഭിക്കും. അവസരം ലഭിച്ചവർക്കുള്ള വൈദ്യപരിശോധനകളും പ്രതിരോധ കുത്തിവയ്പും ആരംഭിച്ചു. കർമ്മങ്ങൾ അനായാസം നിർവഹിക്കാനായി പുറപ്പെടും മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ വ്യായാമം പരിശീലിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ശാരീരിക ക്ഷമത ഉറപ്പാക്കാൻ നടപ്പ് ശീലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ വൈദ്യപരിശോധനകൾ നടത്തി ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷമേ വ്യായാമം തുടങ്ങാവൂ. 25,000-ലേറെ അപേക്ഷകളിൽ നിന്നാണ് 6,228 പേർക്ക് ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഇന്ത്യൻ അസോസിയേഷൻസ് ആർട്സ് വിംഗ് കലാമേള. ഇന്ത്യൻ അസോസിയേഷൻ ആർട്സ് വിംഗിന്റെ നേതൃത്വത്തിൽ കലാമേള സംഘടിപ്പിച്ചു. മ്യൂസിക്, ഡാൻസ്, കോമഡി, സ്കിറ്റ്, കളറിംഗ്, പെൻസിൽ ഡ്രോയിംഗ് എന്നിങ്ങനെ 25-ലേറെ ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തി. 150-ലേറെ കലാകാരന്മാരാണ് വിവിധ പരിപാടികളിലായി പങ്കെടുത്തത്. കലാവിഭാഗം നാടൻ പാട്ട് അവതരിപ്പിച്ചു. യെല്ലോ ടീം ചാമ്പ്യൻസ് പട്ടവും ബ്ലൂ ടീം 2ാം സ്ഥാനവും നേടി. സമാപന ചടങ്ങിൽ പ്രസിഡന്റ് സജാദ് നാട്ടിക അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി S. രാജീവ്, CK നസീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഉമ്മുൽ ഖുവൈൻ. LIP ഓഫർ പൊടിപൊടിക്കാൻ സമ്മർ സൂപ്പർ സെയിൽ. ഷോപ്പിംഗ് മാളുകളിൽ 90% വരെ വിലക്കുറവ്. അബുദാബിയിലെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഷോപ്പിംഗ് മാൾ ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗമായ ലെയിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രോപ്പർട്ടിയുടെ കീഴിലുള്ള ഷോപ്പിംഗ് മാളുകളിൽ 90% വരെ വിലക്കുറവ് ലഭ്യമാക്കുന്ന സമ്മർ സൂപ്പർ സെയിൽ ആരംഭിച്ചു. അബുദാബി, അലൈൻ, അൽ ദഫ്ര എന്നിവിടങ്ങളിലെ 11 മാളുകളിൽ വിൽക്കുന്ന ലോകോത്തര ഉൽപ്പന്നങ്ങൾക്ക് 90% വരെ വിലക്കുറവുണ്ടാകും. ഇന്നലെ ആരംഭിച്ച ആദായ വിൽപ്പന ജൂൺ 30 വരെ തുടരും. UAE നിവാസികൾക്കും സന്ദർശകർക്കും ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ ആകർഷക വിലയിൽ സ്വന്തമാക്കാനുള്ള അപൂർവ അവസരമാണിതെന്ന് LIP ഡയറക്ടർ വാജിബ് അൽ ഖൂരി പറഞ്ഞു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പേർക്ക് സമ്മാനങ്ങൾ നേടാൻ അവസരമുണ്ടെന്ന് ജനറൽ മാനേജർ ബിജു ജോർജ് പറഞ്ഞു. ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് ജനറൽ മാനേജർ നവനീത് സുധാകരൻ, LIP ഓപ്പറേഷൻസ് മാനേജർ നിസാർ തച്ചംപൊയിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ 200 ദിർഹത്തിന് മുകളിലുള്ള തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തി 3 കാർ, വിദേശയാത്രാ പാക്കേജ്, സ്വർണ വൗച്ചറുകൾ എന്നിവ സമ്മാനമായി ലഭിക്കും. കെനിയ, ബോസ്നിയ, ശ്രീലങ്ക, ജോർജിയ, ബാലി, ബാങ്കോക്ക്, അമ്മാൻ, കൈറോ, ബാക്കു, അസർബൈജാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ 7 ദിവസം താമസിക്കാനുള്ള പാക്കേജാണ് നൽകുക. ജൂൺ 9, 16, 23 തീയതികളിലാണ് നറുക്കെടുപ്പ് നടത്തുന്നത്. പങ്കാളിത്തമുള്ള മാളുകൾ അൽ വഹദ മാൾ, മുഷ്രിഫ് മാൾ, ഖാലിദിയ മാൾ, അൽ റാഹ മാൾ, മൈസത്ത് മാൾ, ഫൊർസാൻ സെൻട്രൽ മാൾ, അൽ ഹലാഖ് സെൻട്രൽ മാൾ, അൽ ഫലാഹ് സെൻട്രൽ മാൾ, മദീനത്ത് സൈഡ് ഷോപ്പിംഗ് സെന്റർ, അൽ ദഫ്ര മാൾ,
അലൈനിലെ ബരാരി ഔട്ട്ലെറ്റ് മാൾ, അൽഫോഹ മാൾ എന്നിവിടങ്ങളിൽ വിലക്കുറവ് ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. യുഎയിലേക്കുള്ള ടിക്കറ്റിന് ഇപ്പോൾ നിരക്ക് കുറവ്. നാട്ടിലേക്ക് മാനമുട്ടും നിരക്ക്. പതിവ് പോലെ നാട്ടിലേക്കുള്ള വിമാന നിരക്ക് റൺവേ വിട്ട് ആകാശത്തെത്തിക്കഴിഞ്ഞു. ഇനി എത്ര ഉയരത്തിൽ പറക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ദിവസങ്ങളിൽ വിമാനത്താവളങ്ങളിൽ നല്ല തിരക്കാണ്. കേരളത്തിൽ സ്കൂളുകൾ തുറക്കാനൊരുങ്ങുന്നു. സന്ദർശനത്തിനെത്തിയ കുടുംബങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നു. അതിനിടയിൽ നാട്ടിലെ തിരഞ്ഞെടുപ്പ് ഫലം ആഘോഷിക്കാൻ പോകുന്ന പ്രവാസി നേതാക്കളുമുണ്ട്. ആകെ കൂടി ഒരു പൂരപ്പറമ്പിന്റെ ഫീലുണ്ട് വിമാനത്താവളത്തിൽ. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 പോകുന്നവരില്ലെങ്കിൽ വഴിതിരിഞ്ഞു പോകണമെന്ന ട്രാഫിക് സൈൻ ബോർഡുകളിൽ ഇടയ്ക്കിടെ സന്ദേശങ്ങൾ തെളിയുന്നതിൽ നിന്നും മനസ്സിലാക്കാം അവിടുത്തെ തിരക്ക്. ആകെയുള്ള ആശ്വാസം യുഎയിലേക്കുള്ള മടക്ക ടിക്കറ്റിന് ഇപ്പോൾ നിരക്ക് കുറവാണെന്നതാണ്. ഈ മാസം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്താൽ 1600-1800 ദിർഹം ചിലവ് വരും. അങ്ങോട്ടുള്ള ഉയർന്ന നിരക്കിനെ അല്പമെങ്കിലും മേരിക്കുന്നത് ഇങ്ങോട്ടുള്ള താഴ്ന്ന നിരക്കാണ്. അടുത്ത മാസമാകുമ്പോഴേക്കും കഥ മാറും. അങ്ങോട്ടും തിരിച്ചുമുള്ള ടിക്കറ്റ് വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, യുഎഇ. മിനായിൽ 10 നില കെട്ടിടങ്ങൾ നിർമ്മിച്ചു. 32,000 തീർത്ഥാടകർക്ക് കൂടി താമസ സൗകര്യം. ഹജ്ജ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കാൻ മിനായിൽ 10 നില കെട്ടിടങ്ങൾ നിർമ്മിച്ചു. 32,000 തീർത്ഥാടകർക്ക് ഇവിടെ താമസിക്കാം. നേരത്തെ നിർമ്മിച്ച 6 നില കെട്ടിടങ്ങൾക്ക് പുറമെയാണിത്. 4 നിലകൾ താമസിക്കാനും 2 നിലകൾ നമസ്കാരത്തിനും ഭക്ഷണ വിതരണത്തിനും മറ്റുമായി നീക്കിവച്ചിരിക്കുകയാണ്. ഹജ്ജ് സീസൺ അവസാനിച്ച ശേഷം കൂടുതൽ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതിയെന്ന് ഹജ്ജ് സർവീസ് കമ്പനി അറിയിച്ചു. മിനായിൽ താമസ സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത് സുപ്രധാന ചുവടുവയ്പ്പാണെന്നും ഇത് തീർത്ഥാടകർക്ക് മികച്ച സേവനമൊരുക്കാൻ സഹായിക്കുമെന്നും ത്വാവാഫ കമ്പനി ചെയർമാൻ മുഹമ്മദ് ഹസൻ മാജിനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക. അൽഫോൺസ മുതൽ മൽഗോ വരെ ശ്രദ്ധ നേടി സൂഖ് വാക്കിഫിലെ ഇന്ത്യൻ മാമ്പഴമേള. ദോഹയിൽ അൽഫോൺസ മുതൽ മൽഗോവ വരെ മാമ്പഴക്കൂട്ടങ്ങളുടെ വൈവിധ്യതയുമായി സൂഖ് വാക്കിഫിലെ ഇന്ത്യൻ മാമ്പഴമേള ശ്രദ്ധ നേടുന്നു. മാമ്പഴ രുചി തേടിയെത്തുന്ന സന്ദർശകരും ഏറെ. 10 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നത് 60 കമ്പനികൾ. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇന്ത്യൻ മാമ്പഴമേളയ്ക്ക് സൂഖ് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ തുടക്കമായത്. 60 കമ്പനികളുടെ 100 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. സൂഖ് വാക്കിഫ് മാനേജ്മെന്റിന്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹകരണത്തിലാണ് ഇന്ത്യൻ മാമ്പഴമേള നടക്കുന്നത്. അൽഫോൺസ മുതൽ മൽഗോവ വരെ നാട്ടുമാമ്പഴം കഴിക്കാൻ കൊതിച്ചിരിക്കുന്ന ദോഹയിലെ പ്രവാസികൾക്കായി ഇന്ത്യൻ മാമ്പഴ രുചികളിലെ ഒട്ടുമിക്ക ഇനങ്ങളും മേളയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അൽഫോൺസ, കേസർ, ബങ്കനപ്പള്ളി, തോട്ടാപുരി, നീലം, മല്ലിക, മൽഗോവ, ലങ്കട തുടങ്ങി മാമ്പഴക്കൂട്ടങ്ങളിലെ ഇഷ്ടതാരങ്ങളെല്ലാം ഇവിടെയുണ്ട്. രുചിച്ചു നോക്കി മാമ്പഴം വാങ്ങാനുള്ള അവസരവും വിൽപ്പനാ സ്റ്റാളുകളിലുണ്ട്. പഴുത്തതും പാകമായതും പച്ചയും തുടങ്ങി ഇഷ്ടമുള്ളവ യഥേഷ്ടം വാങ്ങാം. സ്വാദൂറും അച്ചാറുകൾ, ജാമുകൾ, ഹൽവ, ജ്യൂസുകൾ, രസമലായി, ഐസ്ക്രീം എന്നിവ മാത്രമല്ല നാട്ടുരുചിയിലുള്ള പരമ്പരാഗത മാങ്ങാ വിഭവങ്ങളും ധാരാളം. മാമ്പഴം മാത്രമല്ല, ചക്ക, കരിക്ക എന്നിവയും സ്റ്റാളുകളിലുണ്ട്. മാമ്പഴമേളയുടെ ആദ്യ ദിനം മുതൽക്ക് തന്നെ സന്ദർശക തിരക്കേറെയാണ്. 1000-ലധികം പേർ ഇതിനകം മേള സന്ദർശിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ മാമ്പഴ രുചി തേടി എത്തുന്നവരിൽ പ്രവാസികൾ മാത്രമല്ല സ്വദേശികളുമുണ്ട്. ഭക്ഷണപ്രേമികളും കുട്ടികളും കുടുംബങ്ങളുമെല്ലാം വൈകുന്നേരങ്ങളിൽ മേളയിൽ സജീവമാണ്. ഈ മാസം 8 വരെ നീളുന്ന മേളയിലേക്ക് ഇനിയുമേറെ സന്ദർശകർ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. വൈകിട്ട് 4 മുതൽ 9 വരെയാണ് മാമ്പഴ ഫെസ്റ്റിവൽ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. 2023 ഇരുചക്രവാഹന അപകടങ്ങൾ 783, മരണം 42. രാജ്യത്ത് ഇരുചക്രവാഹന അപകടങ്ങളും മരണവും കുറഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ വർഷം 42 പേരാണ് ഇരുചക്രവാഹന അപകടങ്ങളിൽ മരിച്ചത്. 783 അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു. 1020 ആളുകൾക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 9 പേർ സൈക്കിൾ സവാരിക്കാരാണ്. സൈക്കിൾ യാത്രികർ ഉൾപ്പെടെ 81 അപകടങ്ങൾ സംഭവിച്ചു. ഇതിൽ 20 അപകടങ്ങളിൽ ഇലക്ട്രിക് സൈക്കിളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ സ്കൂട്ടർ അപകടങ്ങളിൽ ഒരാൾ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം 2022 റിപ്പോർട്ട് ചെയ്യപ്പെട്ട 892 ഇരുചക്രവാഹന അപകടങ്ങളിൽ 52 പേർക്കാണ് ജീവഹാനി സംഭവിച്ചത്.
ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട 2 ബോധവൽക്കരണ പരിപാടികളാണ് ഈ വർഷം ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരുന്നത്. ഇയർഫോൺ വെച്ച വാഹനം ഓടിക്കരുതെന്നാണ് അധികൃതർ നൽകിയ സുരക്ഷാ നിർദ്ദേശങ്ങളിൽ പ്രധാനം. ലൈറ്റിംഗ് ഇല്ലാതെ ഓടിക്കുക, ബാലൻസ് നഷ്ടപ്പെടും വിധം ഭാരം കയറ്റുക, റോഡിന്റെ വലതുവശം ചേർന്ന് ഓടിക്കുക തുടങ്ങിയവയെല്ലാം തെറ്റാണെന്ന് ബോധവൽക്കരണത്തിൽ പറഞ്ഞിരുന്നു. മോട്ടോർ സൈക്കിൾ, സൈക്കിൾ യാത്രക്കാർ, സ്കൂട്ടർ എന്നിവ ഓടിക്കുന്നവർക്കുള്ള പ്രത്യേക റോഡ് നിയമങ്ങളും ബോധവൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.